ഏറെ വിവാദമായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ABVP. അന്വേഷണത്തിലെ അനാസ്ഥ ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണ് എന്ന് ABVP ആരോപിച്ചു. അന്വേഷണം ഇങ്ങനെ പ്രഹസനമായി മുന്നോട്ട് പോയാൽ ABVP ശക്തമായ സമരം ആരംഭിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഒന്നാകെ സംശയത്തിന് നിഴൽ നിർത്തിയ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ അന്വേഷണം അനന്തമായി നീളുകയാണ്. കൃത്യമായ തെളിവുണ്ടായിട്ടും കുറ്റക്കാരിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിയാത്തത് ഏറെ ദുരൂഹമാണ്. ചോദ്യപേപ്പർ ചോർത്തിയവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും അധികൃതർ തന്നെ ഒരുക്കുന്നുവെന്ന് ഇതിലൂടെ വ്യക്തം. അന്വേഷണം നീണ്ടുപോകുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ABVP രംഗത്തെത്തി. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്ര ഗൗരവമുള്ള ഒരു വിഷയം നടന്നിട്ട് നാളിതുവരെയായിട്ടും ഈ ചോദ്യപേപ്പർ ചോർന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ അവരിൽ എത്താത്തതോ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പല ഉന്നതരായിട്ടുള്ള ആളുകളും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനിയും ശരിയായ ദിശയിൽ അന്വേഷണം നടത്തിയില്ല എങ്കിൽ ശക്തമായ സമരം ആരംഭിക്കാനാണ് ABVPയുടെ തീരുമാനം. കോടതി ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇത് തെളിവാക്കുന്നത് കൊടുവള്ളിയിലെ ഷുഹൈബ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് CPMന്റെ പല ഉന്നതരുമായിട്ട് വലിയ തരത്തിലുള്ള ബന്ധമുണ്ട്. അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ഈ ക്രൈംബ്രാഞ്ചും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും തീരുമാനമെങ്കിൽ ഈ കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് ABVP മുന്നോട്ട് പോകുന്നതാണ്. വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി രംഗത്തെത്തിയിരുന്നു. സർക്കാരാണ് ചോദ്യപേപ്പറിന്റെ കസ്റ്റോഡിയൻ. ഉദ്യോഗസ്ഥരെ ആരും പ്രതി ചേർത്തിട്ടില്ലല്ലോ എന്നും കോടതി ചോദിച്ചിരുന്നു. കേസിൽ ആരോപണ വിധേയനായ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഈ വിമർശനം. ജനം, കോഴിക്കോട്.